അതും ഏതെങ്കിലും വിദ്യാർത്ഥികളല്ല, കൃത്യമായി അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനെതിരെ അവർ ഭയന്നത് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിനെ തന്നെയാണ്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അംബേദ്കറിസത്തെ കൊല്ലാൻ വേണ്ടിയാണ്, അതിനുള്ള ഗൂഢാലോചനയായിരുന്നു. അതിലവർ ഒരിക്കലും വിജയിക്കില്ല. പക്ഷെ രോഹിതിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിൽ അരുന്ധതി ഒരു അന്വേഷണത്തിന് ശേഷം, ഒരു അന്വേഷണ സമിതി വെച്ച് അതിന്റെ അന്വേഷണത്തിന് ശേഷമാണ് ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ABVP നേതാവ് മർദ്ദനത്തിനിരയാവുകയും അയാളിൽ നിന്ന് മാപ്പ് എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ തന്നെ 2 വാദങ്ങളുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ബോധ്യമുള്ളത് എന്താണ്? അതായത് സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. മുസാഫർ നഗർ ബാക്കി ഹേ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഡൽഹിയിൽ പ്രദർശിപ്പിക്കുന്നതിൽ ABVP പ്രതിഷേധിക്കുന്നു. അതിനെതിരായി രാജ്യമെമ്പാടും നമ്മൾ ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നു. അത്തരം ഒരു പ്രദർശനമാണ് ഇവിടെയും നടന്നത്. അതിനുശേഷം അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷന്റെ പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് വിളിച്ചുകൊണ്ട് ABVPയുടെ പ്രസിഡന്റ് സുശീൽ കുമാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അത് അങ്ങേയറ്റം അപലപനീയമാണെന്നും ആ പോസ്റ്റ് തെറ്റാണെന്നും അതിന് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷൻ വിദ്യാർത്ഥികൾ സുശീൽ കുമാറിനെ സമീപിക്കുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അവര് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറെ കൂട്ടിക്കൊണ്ടാണ് സുശീലിന്റെ അടുത്തേക്ക് പോയത്. സെക്യൂരിറ്റി ഓഫീസറിന്റെ മുൻപിൽ വെച്ചാണ് സുശീൽ മാപ്പ് എഴുതുന്നത്. ആ മാപ്പ് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ സെക്യൂരിറ്റി ഓഫീസറുടെ ഒപ്പുമുണ്ട്. യാതൊരു തരത്തിലുള്ള വയലൻസും അവിടെ നടന്നിട്ടില്ല. പിറ്റേന്ന് നമ്മളൊക്കെ കാണുന്നത് സുശീൽ കുമാർ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ നിന്ന് കുറെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ആക്രമണം നടന്നു എന്ന പേരിൽ. ഓർക്കുക, നമ്മൾ അർച്ചന ആശുപത്രിയെ സമീപിക്കുകയും അവർ പറയുകയുണ്ടായി അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് സുശീൽ കുമാറിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതും യാതൊരു തരത്തിലുമുള്ള മുറിവ് യാതൊന്നും സുശീലിന്റെ ദേഹത്തില്ല എന്നുള്ളത് വളരെയധികം പ്ലാൻ ചെയ്ത് നടത്തിയ ഒന്നായിരുന്നു അത്. പിന്നെ ദത്താത്രേയ എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ഇൻസിഡന്റിനെ കുറിച്ച് വിവരം ഉണ്ടാകുന്നത്? തീർച്ചയായും അരുന്ധതി, ഇത് എന്തായാലും കേന്ദ്ര സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള ഇടപെടലിന്റെ കൂടി ഫലമാണ്. അതിപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം നടക്കുന്നതല്ല. മുമ്പ് മദ്രാസ് IITയിൽ മറ്റ് സ്വയംഭരണ പദ്ധതി തന്നെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഭരണകൂടം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ അജണ്ടയും നടപ്പാക്കുകയായിരുന്നു. സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിന് പുറത്തല്ല എന്നാണോ വ്യക്തമാകുന്നത്? വളരെ ചുരുക്കി. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കേന്ദ്രമന്ത്രി ഓട്ടോണമസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലേക്ക് ഇടപെടുമ്പോ സ്മൃതി ഇറാനിയുടെ MHRDയിൽ നിന്ന് 4 കത്തുകൾ നിരന്തരമായി വൈസ് ചാൻസലർക്ക് എത്തുകയും അതിൽ എടുത്തു പറയുന്നുണ്ട് ശ്രീ സുശീൽ കുമാർ എന്ന PhD വിദ്യാർത്ഥിക്ക് ഉണ്ടായ അപമാനത്തിൽ നിങ്ങൾ എത്രയും വേഗം നടപടിയെടുക്കണം. ഐ റിക്വസ്റ്റ് യു ടു ലുക്ക് ഇൻ ടു ദ മാറ്റർ പേഴ്സണലി എന്ന് തന്നെ വൈസ് ചാൻസലർക്ക് എഴുതി വെച്ചിട്ടുള്ള കത്തുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത്രത്തോളം താല്പര്യം എന്തുകൊണ്ട് MHRDക്ക് ആ ചോദ്യം രാഷ്ട്രീയമായി ഉന്നയിക്കുകയാണ്. തുടരുക ദയവായി. ശ്രീ V ശിവദാസൻ, ഇവിടെ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനേക്കാൾ അപ്പുറത്ത് ദളിത് വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരിടേണ്ടി വരുന്ന അന്യവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തോന്നുന്നു. ഇതേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മുൻപ് 2008 ഒരു ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും സമാനമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ അത്ര കണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് ഇവിടെ നേരിടുന്ന ഒരു എക്സ്ക്ലൂഷന്റെ കൂടി പ്രശ്നമല്ലേ? ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിഷയങ്ങൾ അരുന്ധതി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ ചെയർമാൻ മലയാളി കൂടിയായിട്ടുള്ള സുഹൈൽ ഇതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതിയതുകൂടി ഞാൻ വായിക്കുകയുണ്ടായി. ഇവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമായി ഇത് ഒതുങ്ങുന്നില്ല. നേരത്തെ IITയിൽ, ചെന്നൈ IITയിൽ ഇതേ സ്മൃതി ഇറാനി തന്നെയാണ് കത്തയച്ചത്. അവരെഴുതിയ ലെറ്ററിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീനിനോട് ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു. ഇങ്ങനെ ആരൊക്കെ ഈ ഗവൺമെന്റിനെതിരെ, സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുന്നുണ്ടോ അവർക്കെതിരെയെല്ലാം നടപടിയെടുപ്പിക്കുന്നതിന് വേണ്ടി, അവരെയെല്ലാം വ്യക്തിപരമായി തേജോവധം ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ മാനവവിഭവശേഷി മന്ത്രാലയം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ശബ്ദിച്ചാൽ, ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ദേശവിരുദ്ധരായി, ജനാധിപത്യ വിരുദ്ധരായി, സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്ന ശക്തികളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആത്മഹത്യകളുടെ പെരുമഴയാണ്. IITകളിൽ നിരവധിയായിട്ടുള്ള ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 36 വിദ്യാർത്ഥികളാണ്
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഈ ചെറിയ കാലയളവിനകത്ത് ആത്മഹത്യ തീർച്ചയായും അതിലേക്ക് വരാം. അതിനു മുൻപ് ദളിതരാണ്. പ്രസാദ് ഇന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലിനെ പറ്റിയാണ്. നോക്കൂ, വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ക്യാമ്പസുകളിൽ പ്രശ്നമുണ്ടാകുക എന്നുള്ളത് അസാധാരണമായ ഒന്നല്ല. ABVPയും മറ്റു വിദ്യാർത്ഥി സംഘടനകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. അതിൽ പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെടുക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ അജണ്ട ആ ക്യാമ്പസുകളിലൊക്കെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഹൈദരാബാദിൽ നടന്നിട്ടുള്ളത്. ഇത് എന്തുതരം കീഴ്വഴക്കമാണ്? ക്യാമ്പസുകളെയൊക്കെ ഇങ്ങനെ ഭരണകൂടം പിടിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നാണോ? ABVPയുടെ നിലപാട് സൂചിപ്പിക്കുന്നതിന് മുൻപ് ABVPയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എന്തിന്റെ പേരിലായാലും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് കാരണമായിട്ടുള്ള എല്ലാ കാരണങ്ങളും പുറത്തു കൊണ്ടുവരണം, അതിന്റെ ഗൂഢാലോചനകൾ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ABVPക്ക് പറയുവാനുള്ളത്. 2, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന ബാനറിൽ കുറെ കാലങ്ങളായിട്ട് സ്വാഭാവികമായിട്ടും ഇനി അരുന്ധതിയെ നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, ഇടതുപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. SFIയുടെ യൂണിറ്റ് തൊട്ട് വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. SFIയുടെ അനുഭാവിയാണ്. സ്വാഭാവികമായിട്ടും അവരെ ഒരു നിഷ്പക്ഷ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിലുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. 2, അവിടെ നടന്നിട്ടുള്ള സംഭവം എന്താണ്? ആ വിദ്യാർത്ഥി മരിച്ചതിനെ അത് തെറ്റാണ്, അത് അവരുടെ ആത്മഹത്യയെ അന്വേഷിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ABVP. അത് ആരായാലും പുറത്തു കൊണ്ടുപോകണം. അതിൽ ഒരു രാഷ്ട്രീയവും കലർത്താൻ പാടില്ല, അവിടെ ജാതി കലർത്താൻ പാടില്ല, മതം കലർത്താൻ പാടില്ല. ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംവരണങ്ങളും ഒക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരണം അന്വേഷണത്തിലൂടെ എന്ന് തന്നെയാണ് ABVPക്ക് പറയാനുള്ളത്. 2, യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ഒരാളെ തൂക്കിൽ കൊന്നപ്പോൾ ആ വധശിക്ഷ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി നടന്നപ്പോൾ, മുംബൈയിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളിൽ മതം നോക്കാതെ നിരവധി ആളുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോൾ, ആ മനുഷ്യനെ തൂക്കിക്കൊന്നപ്പോൾ ആ മനുഷ്യനെ പോലുള്ള 1000 ആളുകളെ ഓരോ വീടുകളിൽ നിന്നും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സമരം വിളിച്ചവരാണ് SFIയും SFIക്ക് അനുബന്ധമായി രാഷ്ട്രീയമാണെങ്കിലും യാക്കൂബ് മേമന്റെ തൂക്കിക്കൊലയോട്, യാക്കൂബ് മേമൻ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, അയാളുടെ തൂക്കിക്കൊലയോട് പ്രതികരിക്കാനുള്ള അവകാശം ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കില്ല എന്ന് നിങ്ങൾ ശഠിക്കരുത്. ഇവിടെ പ്രശ്നം അത്ര ചെറുതല്ല. ABVPക്ക് ഈ പ്രതിഷേധത്തെക്കുറിച്ച് വിയോജിപ്പുണ്ടാകാം, ABVP അത് പ്രകടിപ്പിക്കുകയും വേണം. പ്രശ്നം ഇവിടെ ഭരണകൂടം ഇടപെടുന്നതാണ്. ABVPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പറഞ്ഞു പോകാം എന്നതിനപ്പുറത്ത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിയോജിപ്പുള്ള പ്രസ്ഥാനങ്ങളെയും ആളുകളെയും ഒക്കെ ഉന്മൂലനം ചെയ്യുന്നതാണ് പ്രശ്നം. അല്ലല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെടുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ ഹനിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് പൂർത്തിയാക്കാനുള്ള അവസരം തരണം എന്ന് ക്ഷമാപൂർവ്വം ആവശ്യപ്പെടുകയാണ്. യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയ സമയത്ത് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിനല്ല നിഷേധിച്ചത്. യാക്കൂബ് മേമനെ പോലെ ആയിരക്കണക്കിന് ആളുകളെ, ഇന്ത്യൻ ജനതയെ ചുട്ടുകരിക്കുന്ന ആളുകളെ ഇന്ത്യൻ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. പ്രസാദ്, ഒരു നിമിഷം. അരുന്ധതി ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി ബന്ദാരു ദത്താത്രേയ HRD മിനിസ്റ്റർക്ക് അയച്ച കത്തിൽ പറയുന്നതും ജാതീയമായ ദേശവിരുദ്ധരായ ആളുകളുടെ കൂട്ടായ്മ ഈ XU ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് യാക്കൂബ് മേമന്മാരെ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ, താങ്കൾ അവിടുത്തെ വിദ്യാർത്ഥിനിയാണല്ലോ, എന്താണ് യാക്കൂബ് മേമന്റെ വിഷയത്തിൽ അവിടെ സംഭവിച്ചത്? ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ നാഷണലിസം ഉൽപ്പാദിപ്പിച്ചു വിടാനുള്ള ഫാക്ടറികളല്ല ഇവിടുത്തെ സർവകലാശാലകൾ. സ്വതന്ത്ര ചിന്തയുടെ ഇടമാണിത്. സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഹിംസയാണ് വധശിക്ഷ. അതിനെ ഏത് രീതിയിലും എതിർക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. യാക്കൂബ് മേമൻ എന്ന വ്യക്തിയല്ല, അത് ആരായാലും തൂക്കിക്കൊല എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട സമ്പ്രദായത്തിനെതിരെയാണ് പ്രതിഷേധം ഉണ്ടായത്. ഇനി ആരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾ വിധിച്ചാലും ഞങ്ങൾ പ്രതിഷേധിക്കും. അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ആന്റി നാഷണൽ ആക്കിയാൽ അത് ഞങ്ങളുടെ വിഷയമില്ല. പിന്നെ മറ്റൊന്ന്, ഈ വിഷയം ഈ പ്രോക്ടറൽ കമ്മിറ്റി, അതായത് വിദ്യാർത്ഥികളുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട പ്രോക്ടറൽ കമ്മിറ്റിയുടെ ആദ്യത്തെ ചർച്ചകളിൽ ഒന്നും ഉയർന്നു വരാതിരുന്ന ഒരു വാദമാണ് ഈ യാക്കൂബ് മേമൻ വിഷയം. ദത്താത്രേയ കത്തെഴുതുമ്പോൾ മാത്രമാണ് അത് കടന്നു വരുന്നത്. എന്തുകൊണ്ട്? കാരണം അതിനകത്ത് മാത്രമേ നിങ്ങൾക്ക് നിയമപരമായി നടപടിയെടുക്കാനുള്ള ഒരു പഴുതെങ്കിലും കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് ആരോപിക്കുന്നത്.
2008 സെന്തിൽകുമാർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് നിയോഗിച്ച വിനോദ് പാവറാല കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദലിത് വിദ്യാർത്ഥികൾ ബോധപൂർവമായ വിവേചനം നേരിടുന്നു എന്നുള്ളതാണ്. അത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രം ബാധകമല്ല. ഇന്നലെ മരിച്ച ഈ സുഹൃത്തിന്റെ കത്തിലും സൂചിപ്പിക്കുന്നത് ഞാൻ ജനിച്ചത് തന്നെ കുഴപ്പമായി പോയി, അതാണ് ഏറ്റവും വലിയ തെറ്റ്, ഞാൻ അന്ന് മുതൽ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ഇവർ നേരിടുന്ന വലിയ അന്യവൽക്കരണമുണ്ട്. അതാദ്യം പരിഹരിക്കണം. കേവലമായ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് വളരെ വളരെ ഗൌരവമായ പഠനം അർഹിക്കുന്ന ഒന്നല്ലേ ആ സ്ഥിതിവിശേഷം? തീർച്ചയായും അഭിലാഷ്, ക്യാമ്പസുകൾക്കകത്ത് വലിയ അന്യവൽക്കരണമാണ്, വലിയ നിലയിലുള്ള അന്യവൽക്കരണം. ക്യാമ്പസുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് സമ്പന്നർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ, മറ്റൊന്ന് സമൂഹത്തിലെ ദരിദ്രരുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ആവട്ടെ, അവിടങ്ങളിൽ രണ്ട് തരക്കാരും ക്ലാസ് മുറികളിലുണ്ട്. നിങ്ങൾ കാണേണ്ടത്, ഒരു വിഭാഗം ഓടി കാറുകളിലെത്തുന്നു, മറുവിഭാഗത്തിന് റോഡിലൂടെ നടക്കാൻ പോലുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാത്തവർ. ഇങ്ങനെ രണ്ട് തരത്തിൽ തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗം ഭൂരിപക്ഷവും ദളിതരാണ്. ദളിതർ തന്നെ വരുന്നതിൽ ഭൂരിപക്ഷം റിസർവേഷന്റെ ആനുകൂല്യത്തിലാണ് അവർ കടന്നു വരാൻ പറ്റുന്നത്. കാരണം സംവരണത്തിന്റെ ആനുകൂല്യങ്ങളിലാണ് ഇവർക്ക് കടന്നു വരാൻ തന്നെ പറ്റുന്നത്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യം കലാലയത്തിനകത്ത് നിലനിൽക്കുകയാണ്. ഇതിന് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റുക? ഇതിന് മാറ്റമുണ്ടാക്കണമെങ്കിൽ സമൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു ആൾട്ടർനേറ്റീവ് ബദൽ രാഷ്ട്രീയ നയം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. കോൺഗ്രസ് BJPയുടെ നയത്തിനെതിരായിട്ട് വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. രാജ്യത്തിന്റെ വിവിധ സ്ഥാപനങ്ങൾ കോൺഗ്രസ് UPAയുടെ ഭരണകാലത്തും NDAയുടെ ഭരണകാലത്തും ഇത് തുടരുകയാണ്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പ്രസാദ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയവുമായിരിക്കുന്നു. ഇവിടെ ഒരു അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ള ഭരണകൂട ഭീഷണിയും അതിനെ തുടർന്നുള്ള ആത്മഹത്യയും നേരിടേണ്ടി വന്നത്. മുൻപ് മദ്രാസ് IITയിൽ അംബേദ്കർ പെരിയാർ സ്റ്റഡി സർക്കിളിനെ സംബന്ധിച്ചും ഇതേ തരത്തിലുള്ള അനുഭവം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. അവിടെയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയമാണ് IITയുടെ അധികാരികളെ കൊണ്ട് നടപടിയെടുപ്പിച്ചത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഉയർന്നു വരുന്ന ദലിത് രാഷ്ട്രീയത്തോട് എന്തിനാണ് കേന്ദ്ര ഭരണകൂടത്തിനും അതിന് നേതൃത്വം നൽകുന്നവർക്കും ഇത്ര അസഹിഷ്ണുത? അല്ല, ഉയർന്നു വരുന്ന ദളിത് മുന്നേറ്റങ്ങളോടല്ല അസഹിഷ്ണുത. മുന്നേറ്റങ്ങളോട് ഉയർന്നു വരാനുള്ള ദളിതരെ പിന്നോട്ട് അടിച്ചമർത്തിക്കൊണ്ട് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. രണ്ട്, ഇത്തരം ആൾക്കാരെ ഉയർന്നു വരണമെങ്കിൽ ഈ മരണപ്പെട്ടുപോയിട്ടുള്ള ആത്മഹത്യാപരമായി മരണപ്പെട്ടുപോയിട്ടുള്ള രോഹിത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശിവദാസൻ നടപ്പിലാക്കിയാൽ മതി. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റോ ഒക്കെ ആവണമെങ്കിൽ അവിടെ ദളിതനല്ലായിരിക്കണം. ഫേസ്ബുക്കുകളിൽ റിസർവേഷൻ എതിരായിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് ഇതേ മരണപ്പെട്ട രോഹിത് ഫേസ്ബുക്കിന്റെ വാളിൽ കുറിച്ചിട്ട വരികൾ ഇന്നും അവിടെ മായാതെ കിടക്കുന്നുണ്ട്. ശിവദാസൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ മുഖ്യധാരയിലേക്ക് ഇവർക്ക് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം, ഇവരെ വളർത്തിക്കൊണ്ടുവരണം.